വീണ്ടും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലെ KSU പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചിലേക്ക് പോകുന്നു. പ്രതിഷേധ മാർച്ച് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പിരിഞ്ഞു പോകാൻ ഇപ്പോഴും പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. ദൃശ്യങ്ങളിലേക്ക് നട്രാജ് വിശദാംശങ്ങൾ നൽകുന്ന നട്രാജ്, പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. എന്താണ് സ്റ്റേഷന് മുന്നിൽ സംഭവിക്കുന്നത്? മുഖംമൂടി ധരിപ്പിച്ച് KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. വളരെ പ്രകോപനമായ രീതിയിലുള്ള പ്രസംഗമായിരുന്നു നേതാക്കൾ നടത്തിയത്. ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് ഇപ്പോൾ പല തവണകളായി ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും പോലീസിനെതിരെ കമ്പെറിയുകയും ചെയ്തു. വളരെ പ്രകോപനപരമായ പ്രസംഗമാണ് KSU ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഗോകുൽ ഗുരുവായൂർ നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനായ CI ഷാജഹാൻ കാറ്റിൽ നിന്നും പുറത്തിറങ്ങിയാൽ വിവരമറിയുമെന്ന് പറഞ്ഞ ഗോകുൽ ഗുരുവായൂർ അസഭ്യ പ്രയോഗങ്ങളും പ്രസംഗത്തിൽ നടത്തി എന്നുള്ളതും കൂടി പോലീസിന് പ്രതിഷേധ പരിപാടിക്ക് പിന്നാലെ വീണ്ടും ബാരിക്കേഡിലേക്ക് പ്രവർത്തകർ കയറുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം മാർച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാനും തയ്യാറായിട്ടില്ല. ശക്തമായി പല തവണ പല ഭാഗങ്ങളിലേക്കായി ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരുപറ്റം KSU പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ റോഡിന് നടുവിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി ഷൊർണൂർ റോഡ് സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഭാഗത്തേക്ക് ഗതാഗതം, ഈ ഭാഗത്തുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തിരിച്ചുവിടാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടില്ല. ശക്തമായ പ്രതിഷേധം KSU തുടരുകയാണ്. ജലപീരങ്കി വീണ്ടും പ്രയോഗിച്ചിട്ടുണ്ട്. റോഡിന് നടുവിൽ പ്രവർത്തകരുണ്ട്. പോലീസിനെതിരെ ശക്തമായ മുദ്രാവാക്യം പ്രവർത്തകർ വിളിക്കുന്നു. ഈ വിഷയം ഇനിയും രൂക്ഷമാകുമെന്ന് പ്രവർത്തകർ പറയുന്നതും നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള പ്രതിഷേധം. കഴിഞ്ഞ ദിവസമാണ് അടിപിടി കേസുമായി ബന്ധപ്പെട്ട് KSUവിന്റെ 3 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കുന്നതിന് നേതൃത്വം നൽകിയത് വടക്കാഞ്ചേരി SHO ആയ ഷാജഹാനാണ്. നേരത്തെ കുന്നംകുളം മർദ്ദനവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വന്നപ്പോഴും കുന്നംകുളം സ്റ്റേഷനിൽ അന്ന് CI ആയിരുന്നത് ഷാജഹാനാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഷാജഹാൻ CPM-ന് വേണ്ടി കൈകാര്യം ചെയ്യുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ വിഷയത്തിലും കഴിഞ്ഞ ദിവസം നടന്ന വടക്കാഞ്ചേരി സംഭവത്തിലും KSU പ്രവർത്തകരെ കറുത്ത മുഖംമൂടി ധരിപ്പിച്ചുകൊണ്ട് കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് കോടതിയിൽ എത്തിച്ചതിനെ ആണ് കോൺഗ്രസും KSUവും ചോദ്യം ചെയ്യുന്നത്. ഈ വിഷയത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. എന്തിനാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ ഹാജരാക്കേണ്ടി വന്നത് എന്നുള്ളൊരു ചോദ്യവും SHOയോട് കോടതി ചോദിക്കുകയുണ്ടായി. തുടർന്നാണ് KSUവും കോൺഗ്രസും പ്രതിഷേധ പരമ്പരയുമായി രംഗത്തെത്തിയത്. ഇന്നലെ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ ഇന്ന് രാവിലെ വീണ്ടും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തുകയായിരുന്നു. മാർച്ചിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചകൾ കണ്ടു. അതിന് പിന്നാലെയാണ് തുടർച്ചയായ ജലപീരങ്കി പ്രയോഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമവും ഉണ്ടാകുന്ന ദൃശ്യങ്ങളിലേക്ക് എടുത്തിരിക്കുന്നു.
KSU പ്രവർത്തകരെ മുഖം മൂടിയും കയ്യാമവും വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയാണ് KSU പ്രവർത്തകരുടെ കനത്ത പ്രതിഷേധം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നത്. പലതവണ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകരെ തടയാൻ വെച്ച ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടാനുള്ള ശ്രമം നടക്കുന്നു. പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ മാർച്ചിൽ നേരത്തെ തന്നെ ഉണ്ട്. സ്വാഭാവികമായും ആ അർത്ഥത്തിലുള്ള ഒരു സുരക്ഷ പോലീസ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയിരുന്നു. നേരത്തെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനപരമായ പ്രസംഗം അല്പസമയം മുമ്പുണ്ടായി. പോലീസിനെതിരെ അസഭ്യ പ്രയോഗങ്ങളും ഉണ്ടായി. തൊട്ടുപിറകെയാണ് പല തവണകളിലായി ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക്